ചില ട്രാപ്പുകളാണ്, നമുക്കറിയില്ല, ചില സ്വാധീനം വരുത്തുന്നുണ്ട്. എത്രയോ ഭക്തിഗാനങ്ങളുള്ള കാലത്ത് ഒരു ഭക്തിഗാനം പോലും പാടാത്ത കുഞ്ഞിന് വായിൽ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ തെറി രൂപത്തിൽ പാടുന്നവരും പാട്ടായി രൂപപ്പെടുത്തുന്നവരെയും പെട്ടെന്ന് അതരത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നതെന്നറിയോ? അതിൻ്റെ സ്വാധീനത്തിൻ്റെ ശക്തിയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് കേൾക്കണം, എന്ത് കേൾക്കാതിരിക്കണമെന്ന് തീരുമാനം എടുക്കണം. പ്രതിഷ്ഠയെല്ലാം നടത്തുന്നു. നമ്മുടെ വീട്ടിൽ വയ്ക്കുന്ന പാട്ട് എന്താ? നമ്മുടെ വീട്ടിൽ കേൾക്കുന്നത് എന്താ? വചനം കേൾക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവരാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ എല്ലാവരും വട്ടത്തിലിരുന്ന് സന്തോഷിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞു, നിന്റെ വീട്ടിൽ ഒരു പൊസഷൻ കടന്നു വരുന്നുണ്ട്. നമുക്ക് നോക്കി പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവിൻ്റെ സ്റ്റാറ്റസ് വീഡിയോകൾക്ക് പോലും ബാക്ക്ഗ്രൗണ്ട് ഫിലിമിൻ്റെ കാര്യങ്ങളാണ്. ശരിയാണ്, എല്ലാം നല്ലത് തന്നെയാണ്. എന്നാൽ കർത്താവിൻ്റെ പുകഴ്ത്തുന്നതിന് പകരം സിനിമയിലൂടെ കർത്താവിനെ പുകഴ്ത്തേണ്ട ആവശ്യമില്ല. എല്ലാ മാധ്യമങ്ങളും നല്ലതാണ് പ്രിയപ്പെട്ടവരെ. ഞാൻ പറഞ്ഞത് മാധ്യമം ഒരു ചീത്തയാണെന്നല്ല, എന്നാൽ ഉപയോഗിക്കുന്ന മാധ്യമ രീതികൾ പലപ്പോഴും നമ്മൾ തിന്മയിലേക്ക് കൊണ്ടുപോകാം. നമുക്ക് ഈശോയെ കൊടുക്കാനും ഇതേ മാധ്യമം തന്നെ ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മൾ തിരിച്ചറിയുക, ദൈവത്തെ പ്രഘോഷിക്കപ്പെടുന്നിടത്ത് ലോകത്തെ കൊണ്ടുവയ്ക്കുമ്പോൾ ദൈവം കൃത്യമായിട്ട് പ്രഘോഷിക്കപ്പെടുന്നുണ്ടോ?